Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്ന് നോമ്പുതുറക്കൊക്കെ പറ്റിയ രണ്ട് നല്ല റെസിപ്പീസാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഒരു കസ്റ്റർഡ് ഡ്രിങ്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു സ്നാക്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനത് സോസ് പാനിൽ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് അടുത്തത് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇടാം. ഈ ഒരു ഡ്രിങ്കിൽ കുറച്ച് മധുരം ഉണ്ടായാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ബോയിൽ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കസ്റ്റർഡ് പൗഡറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് തണുത്ത പാലിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കസ്റ്റർഡ് പൗഡർ ഇട്ട ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. അതുപോലെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മളൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കണം. കാരണം ആ ഒരു കസ്റ്റർഡിൻ്റെ ആ ഒരു മണം അത് പോകുന്ന വരെ നമുക്ക് ഇതിങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ ആക്കണ്ട, കാരണം ഇരിക്കും തോറും ഇത് കട്ടിയായി പോകും. ഇനി ഇത് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിടുമ്പം ഈ ഒരു ശർബത്തിന് നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് നല്ല കട്ടിയായിട്ട് ഒരു ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇത് കുറച്ച് കസ്കസാണ്, കറുത്ത കസ്കസ് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് വെച്ചത്. അത് നമുക്ക് 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തതാണ്. ഇത് ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ ബദാമും ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറായിട്ട് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ആപ്പിളോ ഡേറ്റ്സ് അതൊക്കെ ഇട്ടാലും ഇത് കുടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ റോസ് മിൽക്കിൻ്റെയോ അല്ലെങ്കിൽ പിസ്ത ഫ്ലേവറൊക്കെ ആഡ് ചെയ്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഡ്രിങ്കിന്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. അടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ കേക്ക് അല്ലെങ്കിൽ ഷവർമ പോളേൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇത് ശരിക്കും നമുക്ക് ഷവർമ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇതൊരു കേക്ക് പോലെ മുറിച്ചെടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ്റെ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡറും, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും ഇത്രയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഓയിലിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈയിങ് ഒന്നും ആവശ്യമില്ല. ഇത് ബോൺലെസ്സും അതുപോലെ തന്നെ ചെറിയ പീസും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയണീസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം ഹോം മെയ്ഡ് മയണീസാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി വേണം. ഞാനിപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, അതുപോലെ ചെറിയൊരു കഷ്ണം തക്കാളി, ചെറിയ സവോള, പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണൽ ആണ്, അപ്പം പക്ഷേ ഇത് ഇടുമ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതിലേക്ക് ഇടുമ്പോൾ. ഇത് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഇടുന്നത്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയണീസ് ഉണ്ട്, അത് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക, അപ്പോൾ അതും അത്രയും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന മയണൈസ് ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിലേക്ക് വേണം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് പാലും അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് മൈദയും ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ബാറ്ററും ഫില്ലിങ്ങും ഇതുപോലെ ലെയറാക്കി വെച്ചിട്ട് ഇതേ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് പിന്നെയും ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബാറ്ററാണ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് ഈ ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിടാം. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷവർമ കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, അതേപോലെ തന്നെ നല്ല സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കാൻ. കൂടാതെ കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്